ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മോം സ്പേസ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു. പിന്നെ ഇത് ഇപ്പം ഫ്രൈഡേ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഫ്രൈഡേയിലത്തെ കുറച്ച് വിശേഷങ്ങളും ലഞ്ച് പ്രിപ്പറേഷനും പുറത്ത് പോയതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വെള്ളിയാഴ്ച പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രത്യേകത ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ അന്ന് ലഞ്ചും ഒരു സ്പെഷ്യലായി തന്നെ ആവും കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കണത്. പിന്നെ ഇപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ഞാനിപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കനൊക്കെ നന്നായി കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലും പിന്നെ ഇതിപ്പോൾ വെജിറ്റബിൾ ഗീ ആണ്, അതും പിന്നെ അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത് മാറ്റി അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളിയുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായി അതുകൂടെ പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പൊരിച്ച് മാറ്റിയ ആ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി അവിടെ കിടന്നൊന്ന് നന്നായി വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ അപ്പുറത്തൊരു പോട്ട് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും പിന്നെ അതിലേക്ക് മല്ലിയില, ഒരു അരമുറി തക്കാളി, പിന്നെ സ്പൈസസ്, നെയ്യ് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിനും ഇവിടെ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി വെക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ച അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തക്കാളി മെൽറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ തൈരും കൂടിയിട്ട് യോഗട്ടും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പത്തിനും നമ്മുടെ നെയ്ച്ചോറ് അവിടെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അതിൽ ഇട്ട് മസാലയിൽ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് നമ്മളത് കുക്കാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്ക് സൈഡായിട്ട് നമ്മളൊരു കച്ചമ്പർ ഉണ്ടാക്കുന്നുണ്ട്. വലിയ ഉള്ളിയും പിന്നെ ക്യാരറ്റും അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൈ കൊണ്ട് തന്നെ നന്നായി മിക്സാക്കി അപ്പോൾ അത് ഒരു നല്ല ജ്യൂസി ആയിട്ട് വരും കേട്ടോ.
അപ്പോൾ പിന്നെ അതിൽക്ക് ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരും യോഗട്ടാണ് കേട്ടോ, യോഗട്ടും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കച്ചമ്പർ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതും ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെജിറ്റബിൾ സലാഡ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽക്ക് കുക്കുംബറും ക്യാരറ്റും കൂടി ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഒലിവ്സും പിക്കിൾസും ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ സലാഡിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കുംബറും ക്യാരറ്റിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സലാഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിനും നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുന്നേ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയുടെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ച നെയ്ച്ചോറ് ഒക്കെ ഇട്ട് നന്നായി മസാലയുടെ മുകളിൽ പരത്തി നന്നായി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും പിന്നെ ബിരിയാണി മസാലയും കുറച്ച് ഗരം മസാലയും പിന്നെ പൊരിച്ച് വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് മൂടി വെച്ചിട്ട് ദം ചെയ്യാൻ വെക്കാം കേട്ടോ. ഫുഡ് ഉണ്ടാക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത്യാവശ്യം പാത്രങ്ങൾ പരന്നത് കഴുകാനും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞ് സിങ്കൊക്കെ നന്നായി ലിക്വിഡൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. ചിക്കനൊക്കെ വെട്ടിയ കാരണം സിങ്കിൽ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാൻഡ് വാഷും ലിക്വിഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ബ്രഷ് വെച്ച് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ കിച്ചനൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. കിച്ചനും മൊത്തം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ഊത് കൂടി പുകക്കുന്നുണ്ട്. ഈ ബിരിയാണിയുടെ വെച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനും മൊത്തത്തിൽ വീടൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവാനൊക്കെ വേണ്ടി കുറച്ച് ഊത് പുകച്ചാൽ നല്ലതാണ്. പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെബനപ്പൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഇത് ദാഹത്തിനൊക്കെ നല്ലതാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കണത് നല്ലതാണ് കേട്ടോ ശരീരത്തിന്. പിന്നെ പോയി ഫ്രഷ് ആവാൻ പോയി. അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പത്തിനും പള്ളി പോയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്തുവെച്ച് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് ഫുഡ് വിളമ്പുമ്പോൾ മുകളിലുള്ള അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇതിപ്പോൾ വൈകുന്നേരം
ഫുഡ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഇക്കാടെ ഒരു സിസ്റ്റർ ഉണ്ട് ഇവിടെ, അപ്പോൾ അവരെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അവർ ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവരൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തിറങ്ങിയതാണ്. പിന്നെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോയി ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല. നമ്മളിപ്പോൾ ഏകദേശം അവർ വീട്ടിൽ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ വില്ല. അപ്പോൾ അവരുടെ വില്ലയുടെ പുറത്ത് നിന്നാൽ ബുർജ് ഖലീഫൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഇവിടെ ചെടികളും മിറ്റും ഒക്കെ ഉണ്ട്. ഇത് രാത്രിയായ കാരണം വലിയ ക്ലിയർ ആയിട്ട് ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.